2007 മാരുതി 800 MBFI. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ്. ടയർസ് കൊള്ളാം, നല്ല ടയറാണ് കിടക്കുന്നത്. പുതിയ ടയർ, 4 ടയർ. 2013 മോഡൽ സ്ട്രിംഗറെ VXI ആണ്. ഓണർഷിപ്പ് എത്രയാ? തേർഡ് ഓണർ. വണ്ടിക്ക് നല്ല ടയേഴ്സ് കിടപ്പുണ്ട്, നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. 2011 ഡിസയർ VDI പുതിയ പേപ്പറാണ്, 31 പേപ്പറുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. എന്ത് ഓടിയിട്ടുണ്ട്? 140. മേജർ സർവീസ് അതെല്ലാം ചെയ്തതാണ്. 2016 മോഡൽ സ്വിഫ്റ്റ് LXI ആണ്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 110. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കൊല്ലം ജില്ലയുടെ അവസാനവും തിരുവനന്തപുരം ജില്ലയുടെ ആദ്യമായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ കല്ലമ്പലം യൂസ്ഡ് കാർസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ആറ്റിങ്ങൽ LMS ജംഗ്ഷനിൽ വർക്ക് ചെയ്യുന്ന അതേ ഷോപ്പിൻ്റെ ആദ്യകാല ഷോപ്പാണ് ഇവിടെ. ഇപ്പം വീണ്ടും ഇവിടെ വണ്ടി സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പുതുതായിട്ട് ഇവിടത്തേക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പം 10-15 വണ്ടി ഉണ്ട്. ഇപ്പോൾ ഇവിടെ 10-15 വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഒരു 55 രൂപ മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ഓണം അത്തം ബേസ് ചെയ്ത് നല്ല നല്ല വണ്ടികൾ, അതായത് ഓണം സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ, അത്തം എന്ന് പറയുമ്പം തുടങ്ങി. അപ്പം ഓണം ബേസ് ചെയ്ത് നല്ലൊരു വണ്ടി ചെറുതും വലുതായിട്ടൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ. നല്ല നല്ല വണ്ടികൾ കിടപ്പുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഇവിടുന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന വിലയിൽ നല്ല മാന്യമായ വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത്തം പൊന്നോണം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും ഓണം നല്ല രീതിയിൽ ആഘോഷിക്കുക. അപ്പം എല്ലാവർക്കും നല്ല വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ആരംഭിക്കുകയാണ്. ഓണാശംസകൾ. അങ്ങനെ നമ്മൾ അത്തം ബേസ് ചെയ്തുള്ള ആദ്യത്തെ വീഡിയോ എടുക്കുകയാണ്. അതായത് ഓണം ബേസ് ചെയ്തുള്ള എൻ്റെ ചാനലിൽ ഓണ ദിവസം തുടങ്ങുന്ന ഷൂട്ടാണിത്. അപ്പോൾ നമ്മൾ ഓണം ബേസ് ചെയ്തുള്ള ഒരു ഓഫർ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഓണം വീഡിയോക്ക്? തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാം. എന്തൊക്കെയാണ്? നമുക്ക് ചിങ്ങ 1 മുതൽ ഈ മാസം ലാസ്റ്റ് വരെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കൊടുക്കാം. നമ്മളെ എടുക്കുന്ന വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കൊടുക്കാം. ഓക്കെ. എത്ര രൂപയുള്ള വണ്ടികളാണ് നമ്മൾ സ്റ്റോക്കുള്ളത്? നമ്മളതിൽ ഇപ്പോഴും 55 മുതൽ സ്റ്റാർട്ടിങ് കിടപ്പുണ്ട്. ഓക്കെ. നമ്മൾ ഇതിപ്പം സത്യത്തിൽ ആറ്റിങ്ങൽ ഷോപ്പല്ലേ, കല്ലമ്പലം ഷോപ്പല്ല, ഇതാണ് ആദ്യത്തെ എങ്കിലും ഇപ്പൊ വീണ്ടും ഇവിടെയും കൂടി ഇടുകയല്ലേ വണ്ടി. അപ്പോൾ നമ്മൾ ഈ അഡ്രസ് കൂടി ഒന്ന് പറഞ്ഞു. ഇത് നമ്മുടെ കല്ലമ്പലം ജംഗ്ഷനിൽ തന്നെയാണ്. രാജകുമാരി സൂപ്പർ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കല്ലമ്പലം യൂസ്ഡ് കാർസ്, അതേ പേരിൽ തന്നെ. അതെ. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വേണം. 2019 വാഗണർ VXI ഓട്ടോമാറ്റിക് 56,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതെ. ടയേഴ്സ് മാറി കൊടുക്കുമോ? ടയർ 4 മാറി കൊടുക്കും. മാറും. ഓക്കെ. വണ്ടിക്ക് അകത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വണ്ടി കൊള്ളാം, കാണാനൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന മോഡലാണ്. ബാക്ക് സൈഡ് AC വെൻ്റ് വരുന്നില്ലെന്ന് പറയാൻ വന്നത്. കൊള്ളാം, ബാക്ക് സൈഡൊക്കെ കാണാൻ കൊള്ളാം. ടയേഴ്സ് മാറി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇല്ല. എത്ര ചോദ്യം? 4,50,000 രൂപ. 4,50,000. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? ഇതൊരു 50 രൂപ ഡൗൺ പേയ്മെന്റ് മതി. 4 രൂപ ലോൺ കിട്ടും. 50 രൂപ മതി. 4 ലക്ഷം രൂപ ലോൺ കിട്ടും. ഇത് 2014 മോഡൽ ആൾട്ടോ 800 LXI. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 58,000 കിലോമീറ്റർ. 58 കിലോമീറ്റർ ജെനുവിനാ? അതെ. എത്ര ചോദ്യം? 190. ഒരു 1.5 രൂപയൊക്കെ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഒരു 30 രൂപയുടെ ഇറക്കാം. 30 രൂപ 40 രൂപ റേഞ്ചിന് ഇറക്കാൻ പറ്റുന്ന. ഇതിൻ്റെ ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. കളർ ഫെയ്ഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഓരോ വണ്ടി കാണാനൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ലാസ്റ്റ് പ്രൈസ് ആണോ ഈ പറയുന്നത്? അതെ. ഈ ഫ്രണ്ട് ടയർ പുതിയതാണോ? പുത്തൻ ടയർ. ഓക്കെ. വണ്ടി കാണാനൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇത് 2013 മോഡൽ ഇയോൺ എറ പ്ലസ് സിംഗിൾ ഓണർ വണ്ടിയാണ്. എന്ത് ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ. 70 കിലോമീറ്റർ ജെനുവിനാണ്. വണ്ടിക്ക് അകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ സീറ്റ് മാത്രം ചെറിയൊരു കയറ്റൽ പോലെ ഉണ്ട്, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് എന്ന രീതിയിൽ ടയേഴ്സ് ഉണ്ട്. 2 ടയർ പുതിയതാണ്. ഫ്രണ്ട്. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഫ്രണ്ട് ഗ്ലാസ് മാത്രം. ബോണറ്റ് ബമ്പർ വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രണ്ട് ടയേഴ്സ് കൊള്ളാം, പുതിയ ടയർ എന്ന് പറഞ്ഞു. എത്ര ചോദ്യം? ഇത് ലാസ്റ്റ് 1.55 കൊടുക്കാം. 1.55. ഒരു 30 രൂപ ഇറക്കാം. 40 രൂപയ്ക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് 2017 മോഡൽ കിഡ്
RXL ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. RXL എന്ന് പറയുമ്പം ഇത് മിഡ് വേരിയന്റ് AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, വണ്ടി അഡീഷണൽ ചെയ്തതാണ്. ടയറ് പുതിയ ടയറാണ്. പുത്തൻ ടയേഴ്സാണ് കിടക്കുന്നത്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. സീറ്റ് കവർ ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. എത്ര ചോദ്യം? ഇത് 2,40,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇതൊരു 20 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഇതിനൊരു മൈലേജ് പറഞ്ഞാൽ 20 മുകളിൽ കിട്ടും. 20 മുകളിലുണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ. ഇത് 2013 കേട്ടൺ LXi. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 60,000 കിലോമീറ്റർ. 60 കിലോമീറ്റർ ജെന്യൂനാണ്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിക്കകം കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്, കുഴപ്പമില്ല. ടയേഴ്സ് ഈ ബാക്ക് ടയർ വെച്ച് കുറവുണ്ട്, മാറി കൊടുക്കുമോ? മാറ്റി കൊടുക്കാം, കുഴപ്പമില്ല. ഫ്രണ്ട് നല്ല ടയറായിരുന്നു, ബാക്ക് മോശം. അത് വൺ സൈഡേ ഉള്ളൂ കേട്ടോ, ഈ സൈഡ് കുഴപ്പമില്ല, നല്ല ടയറാണ് കിടക്കുന്നത്. മാറ്റി കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, എത്ര ചോദ്യം? ഇത് 1,80,000 രൂപയ്ക്ക് കൊടുക്കാം. 1,80,000. ഒരു 1,20 1,25 ലോൺ കിട്ടുന്ന. എത്ര വർഷം കിട്ടും? 2 ഇയർ. 2 ഇയർ. 2016 മോഡൽ സ്വിഫ്റ്റ് LXi ആണ്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 110. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇത് 4 ഡോർ പവർ വിൻഡോസ് ആക്കിയേക്കാണ്. 4 ഡോർ പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല സീറ്റ് ചെയ്ത് വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ടയേഴ്സ് കുഴപ്പമില്ല. എത്ര ചോദ്യം? 3,80. 3,80. എത്ര? 3,20 വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 60 രൂപയാണ് അല്ലേ? ടോപ്പ് ബ്ലാക്ക് ഒട്ടിച്ചേക്കോ? സ്റ്റിക്കറാണ്. ഓക്കെ, വണ്ടി അല്ലാത്ത പക്ഷം കാണാനൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര ചോദ്യം? അതെത്രയായിരുന്നു? 3,80 കൊടുക്കാം. 3,80. 2012 BMW 320D ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇതൊരു ഫുൾ ഓപ്ഷൻ ആണോ, എങ്ങനെയാണ്? മിഡിലാണോ? മിഡ് വേരിയന്റ്. ഇതിൽ സൺറൂഫ് ഇല്ല എന്നുള്ളേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. ഓക്കെ, ഇത് ഓണർഷിപ്പ് എത്ര? തേർഡ് ഓണർ. കിലോമീറ്റർ ഒക്കെ 110 കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വണ്ടി കാണാനൊക്കെ നല്ല നീറ്റ്. ഇത് മൈലേജ് എന്താണ്? 15-16 കിട്ടുന്നുണ്ട്. ഉണ്ട്. ഓക്കെ, ടയേഴ്സ് കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. എത്ര ചോദ്യം? എത്ര? നമുക്ക് 8.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 8.25. ഒറിജിനൽ കേരള വണ്ടിയാണ്. 2013 മോഡൽ സ്ട്രിംഗ്റേ VXi ആണ്. ഓണർഷിപ്പ് എത്രയാ? തേർഡ് ഓണർ. വണ്ടിക്ക് നല്ല ടയേഴ്സ് കിടപ്പുണ്ട്, നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, പിന്നെ അതേപോലെ ഒരു ആൻഡ്രോയിഡ് എല്ലാം വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനത്തെ ഒന്നും മോഡലല്ല. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വണ്ടിക്കകമൊക്കെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ ജെന്യൂനാണേ. എത്ര ചോദ്യം? ഇത് 2,60,000 രൂപയ്ക്ക് കൊടുക്കാം. 260. എത്ര എണ്ണ നമുക്ക് ഇറക്കാൻ പറ്റും? 50 രൂപ റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം. ഇവിടെ ഒരു ഡിക്കി ഭാഗത്ത് ചെറിയൊരു ചെറിയൊരു ഇത് അതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വേറെ ഒന്നുമില്ല. ഒരു 60 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ടയേഴ്സൊക്കെ നല്ല ടയറാണ്, ഞാൻ പറഞ്ഞു. നല്ലൊരു അലോയ് വീൽസും കിടപ്പുണ്ട്, കുഴപ്പമില്ല. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. 2011 ഡിസയർ VDI പുതിയ പേപ്പറാണ്. 31 വരെ പേപ്പറുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. എന്ത് ഓടിയിട്ടുണ്ട്? 140. മേജർ സർവീസൊക്കെ അതെല്ലാം ചെയ്തതാണ്. ഓണർഷിപ്പ് എത്ര? തേർഡ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് 2,20,000 രൂപയ്ക്ക് കൊടുക്കാം. ടയേഴ്സൊക്കെ കൊള്ളാം അല്ലേ? അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. 2,20,000. 220. 5 കൊല്ലം പുതിയ പേപ്പറാണ്. 2031 വരെ പേപ്പർ. 2013 മോഡൽ ആൾട്ടോ 800 LXi. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 58,000 കിലോമീറ്റർ. 58 കിലോമീറ്റേഴ്സ്. കൊള്ളാം, വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എത്ര ചോദ്യം? ഇത് 155 കൊടുക്കുക. ടയേഴ്സ് പുതിയതാണ്. പുത്തൻ ടയേഴ്സാണ് കിടക്കുന്നത്. 155. ഓക്കെ, റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. 2008 മോഡൽ ബൊലേറോ SLX DI എഞ്ചിനാണ്. ഓണർഷിപ്പ്?
ഓണർ തേർഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 1.5. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. മേജർ സർവീസൊക്കെ എല്ലാം കഴിഞ്ഞ് വണ്ടി വൃത്തിയാക്കിയിട്ടേക്കാം. ഇതിന് പേപ്പേഴ്സൊക്കെ ഇനി എത്ര നാളുകൂടി ഉണ്ട്? 2028 വരെ പേപ്പറുണ്ട്. ഇൻഷുറൻസ് പുതിയ ഇൻഷുർ. ഓക്കെ, വണ്ടിക്കകമൊക്കെ നീറ്റായിട്ടിരിപ്പുണ്ട്, കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വണ്ടി കൊള്ളാം. മെയിനായിട്ടാണ് ഇരിക്കുന്നത്. AC പവർ സ്റ്റിയറിങ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വർക്ക് ചെയ്യുമല്ലോ. പവർ വിൻഡോ ഏതോ ഒന്നാണ്ട് വർക്കാവുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, ടയേഴ്സിൻ്റെ ഒരു ഗതി അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം ഓടുന്നതുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്ക് 2,35,000 രൂപയ്ക്ക് കൊടുക്കാം. 2,35,000. വേറെ അപാകതകളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇത് മാറിക്കൊടുക്കും ഈ ടയർ? അത് സ്റ്റെപ്പിനെയാണ്. അതാ മാറിക്കൊടുക്കും, അത് ഒന്നുമില്ല. നമുക്ക് മറ്റേന്നേ ഒരു ടയർ മാറ്റിയിട്ട് അതിലൊരു ടയർ ഇട്ട് കൊടുക്കാം. ആ, ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ്? 2,35,000 കൊടുക്കാം. ഫുൾ ക്യാഷ് അല്ലേ? ഫുൾ ക്യാഷ്. ഇത് ഫിനാൻസ് കയറാൻ പാടാണ്. 2007 മാരുതി 800 MBFI. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ്. ടയേഴ്സ് കൊള്ളാം, നല്ല ടയറാണ് കിടക്കുന്നത്. പുതിയ ടയർ, 4 ടയർ. ഓക്കെ, എന്തോ കിലോമീറ്റർ പറയാൻ പറ്റുമോ? കിലോമീറ്റർ ഒന്നും അറിയാൻ വയ്യ, അതിൽ കാണുന്ന തന്നെ. AC അല്ല, നോൺ AC വണ്ടിയാണ്. നോൺ AC ആണ്. വണ്ടി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. മറ്റ് സ്ക്രാച്ച് പ്രശ്നങ്ങൾ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ആ രീതിയിൽ വണ്ടി. ഓക്കെ, ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. ടയേഴ്സ് പുത്തൻ ടയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. എത്ര ചോദ്യം? നമുക്ക് 55 രൂപയ്ക്ക് കൊടുക്കാം. ഇത് എന്ന് വരെയുണ്ട് ഇതിൻ്റെ പേപ്പർ? 2027. അടുത്ത വർഷം ലാസ്റ്റ് ആണോ ആദ്യമാണോ? ലാസ്റ്റ്. ഓക്കെ, വണ്ടി കാണാനൊക്കെ നീറ്റാണ് കേട്ടോ, നല്ല വൃത്തിയായിട്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 55 അല്ലേ? 55 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2007 ഇന്നോവ G4 ആണ്. 2028 വരെ പേപ്പറുണ്ട്. 5 കൊല്ലം പുതിയ ടാക്സ് എടുത്തിട്ടുണ്ട്, പുതിയ ഇൻഷുറൻസും. ഓണർഷിപ്പ് എത്രയാണ്? ഓണർ സെക്കൻഡ് ഓണർ. 2 ടയർ പുതിയതാണ്. റീപ്ലേസ് ആയിട്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. ചെറിയൊരു ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്ക് അകം കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. എന്തോ ഓടിയിട്ടുണ്ട്? 170. ജെന്യുനായിരിക്കാം. ഇത് ഒറിജിനൽ കേരളല്ലേ? കേരളമാണ്. ഓക്കെ, വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദ്യം? 3.5. ലാസ്റ്റ് 17 ഇഞ്ച് അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ 3.5ക്ക് 5 കൊല്ലം പുതിയ ടാക്സും എടുത്ത് പുതിയ ഇൻഷുറും കൂടെ എടുത്ത് കൊടുക്കും. ഇനി എത്ര കൊല്ലം പേപ്പർ ഉണ്ട്? 2028 അന്നേരം ടെസ്റ്റ് മാത്രം ചെയ്യണം. ഓക്കെ, എത്ര ചോദ്യം? 3.5ക്ക് കൊടുക്കാം ലാസ്റ്റ്. ഓക്കെ, വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. ബ്ലാക്ക് കളറാണ്, നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ടയേഴ്സ് കൊള്ളാം, നല്ല ടയറാണ് കിടക്കുന്നത്. ഓരോ വണ്ടിയുടെ ലുക്കിനൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, വൃത്തിയായിട്ടിരിപ്പുണ്ട്. പ്രൊജക്ടർ ലൈറ്റ് ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ, അതായത് കല്ലമ്പലം യൂസ്ഡ് കാസിൻ്റെ കല്ലമ്പലം ഭാഗത്തുള്ള ഷൂട്ട് തീർന്നിട്ടുണ്ട്. ഇന്ന് തന്നെ നമ്മൾ അപ്പുറത്തും ചെയ്യുന്നുണ്ട്, അത് നാളെ അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.